അപ്പോൾ 7588755593 അതിലേക്ക് പുതിയ ആളുകളും പഴയ ആളുകൾക്കും എല്ലാം സ്വാഗതം. പ്രകാശ്, ദാനധർമ്മം കിട്ടിയില്ലേ പ്രകാശ് ഈ ലൈവിലുണ്ടോ? അതുപോലെ തന്നെ വിജീഷ്, ഇന്നലെ എനിക്ക് 1000 രൂപ അയച്ചു തന്ന വിനീഷ്, ഒരു കുഞ്ഞു തുക ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. വിനീഷ് വിജയ്, ഇവരൊക്കെ തന്നെ പുതിയ ആളുകളാണ്. ഇനിയും പുതിയ ആളുകൾ വരൂ. നമുക്ക് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂട്ടുകൂടാം. എങ്ങനെയുണ്ട്? GP-യിൽ എൻ്റെ കൂടെ കൂട്ടുകൂടിയ ആരെങ്കിലും ഇപ്പോൾ ഇതിലുണ്ടോ? എന്നോടൊപ്പം GP-യിൽ കൂട്ടുകൂടുന്ന ആരെങ്കിലും ഉണ്ടോ? പറയൂ. ഉണ്ടെന്ന് പറയാം. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ വന്ന് പറയൂ. കാരണം ആ ഐഡിയും ഇവിടെ വരുന്നത് വിജയ് എസ് കുമാർ, ഇവിടെ ഇടുന്നതും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നെങ്കിൽ ഏത് നമ്പർ GP ആണോ PP ആണോ Paytm ആണോ എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഇവിടെയുള്ള ആ പേരും ഇവിടെ തരുന്ന പേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ഗൂഗിൾ പേയിലേക്ക് വന്ന് സംസാരിക്കുമെന്ന്. അവിടെ നിങ്ങളുടെ സംസാരം മാഞ്ഞു പോയി. ഞാനത് വായിക്കില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവത്തേ ഉള്ളൂ. അശ്വിൻ, ഞാൻ വിജീഷ് കുമാറിന്റെ മകൻ അശ്വിനാണ്. എൻ്റെ അച്ഛൻ ഇപ്പോൾ കഷ്ടപ്പാടാണ്. ഇവർ പറ്റിക്കൂ. നിങ്ങൾ ആരും ഇവർക്ക് പൈസ അയച്ചു കൊടുക്കരുത്. നീ പറയുന്നത് പോലെ തന്നെ എല്ലാവരും കേൾക്കുകയും ചെയ്യും. ഞാൻ വിജീഷ് കുമാറിന്റെ മകനാണെന്ന്. ഏത് വിജീഷ് കുമാർ? നീ വിജീഷ് കുമാറിന്റെ മകനാണെങ്കിൽ ഇവിടെ വന്ന് എൻ്റെ ലൈവിൽ എന്തിനാ വന്ന് എഴുതിയിടുന്നത്? നിങ്ങൾ ആരും ഇവർക്ക് പൈസ അയച്ചു കൊടുക്കരുതെന്ന്. എന്നോട് ഞാനും മറ്റു പല വ്യക്തികളും തമ്മിൽ പണമിടപാടുകൾ നടത്തുന്നു. അത് നിന്റെ അന്ത ഏതാണെന്ന് എനിക്കറിയത്തില്ല, നീ ആരാന്നും എനിക്കറിയില്ല. ഞങ്ങൾ വ്യക്തികൾ തമ്മിൽ നടത്തുന്ന, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരാ. നിന്റെ അന്ത ഏതാണെന്ന് എനിക്കറിയില്ല, നീ ഏതാണെന്നും എനിക്കറിയത്തില്ല. എവിടെയോ കിടക്കുന്ന ഒരു പേര് എഴുതി വെച്ച്, എവിടെയോ കിടക്കുന്ന നീ ഇങ്ങനെ എഴുതി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടി ദാനധർമ്മം ചെയ്യുന്നവര് എനിക്ക് ദാനധർമ്മം ചെയ്യാതിരിക്കുമോ? കാരണം ഞങ്ങൾ ഇന്ന് ഈ കളി കളിക്കുന്നുണ്ട്. അപ്പൊ നിന്നെ പോലുള്ള ഫേക്ക് ഐഡികൾ വന്ന് ഇങ്ങനെ എഴുതി വയ്ക്കുന്നത് കൊണ്ട് ഒരു രക്ഷയില്ല. നീ അവിടെ ഇങ്ങനെ എഴുതി വെച്ച് മരിക്കത്തേ ഉള്ളൂ. ആളുകളൊക്കെ കണ്ടിച്ചിരിക്കുന്നു. ഏതോ ഒരു ഫേക്ക് ഐഡി കൊണ്ടുവന്ന് എഴുതി വെച്ചേക്കും, ഞാൻ വിജീഷ് കുമാറിന്റെ മകനാണ്, നിന്റെ അപ്പനാണ്, അതായത് എൻ്റെ തന്തയാണ് വിജീഷ് കുമാർ. ഏത് വിജീഷ് കുമാർ? റെജീന അയച്ചു തരാൻ ഒന്നുമില്ലെന്ന് പറയുന്നു. അയച്ചു തരാൻ ഒന്നുമില്ലെങ്കിൽ വേണ്ട, ബ്ലോക്ക് ചെയ്യാം. ഒന്നുമില്ലാത്തവരെ ഞാനിവിടെ കൂട്ടുകൂടാറില്ല. എന്തെങ്കിലുമൊക്കെ പണം അയച്ചു തരുന്നവരെ മാത്രമേ കൂട്ടുകൂടാറുള്ളൂ. അല്ലാതെ ആരെയും കൂട്ടുകൂടുന്ന ഏർപ്പാടില്ല. കേട്ടോ?
ഒരു കുഞ്ഞു കാശെങ്കിലും അയച്ചു തരുന്നവരോട് മാത്രമേ കൂട്ടുകൂടുള്ളൂ ഞാൻ. അല്ലാതെ നിങ്ങളൊന്നുമില്ലാതെ എൻ്റെ അടിയിലേക്ക് കൂട്ടുകൂടാൻ വരുന്നത് എന്തിനാ? ഇവിടെ ധാരാളം മനുഷ്യരുണ്ട്, അവരുടെ അടുക്കിലേക്ക് ചെല്ലും. ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്, ധാരാളം മനുഷ്യർ മറ്റെവിടെയെങ്കിലും ഉണ്ട്, അവരുടെ അടുക്കിലേക്ക് ചെല്ലു കൂട്ടുകൂടാൻ. ഇത്രയും വർഷക്കാലം ഞാനിവിടെ നിന്നിട്ട് നിങ്ങളുടെ ഒന്നും കൂട്ട് കിട്ടിയില്ലല്ലോ, പിന്നെ എനിക്കെന്തിനാ ഇപ്പൊ നിങ്ങളുടെ കൂട്ട്? ഇപ്പൊ എന്തിനാ എനിക്ക് നിങ്ങളുടെ കൂട്ട്? നിങ്ങളുടെ കൂടെ കൂടിയവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊന്നും നിങ്ങൾക്കൊന്നും തരുന്നില്ലയോ? അതാ. അന്നേ നിങ്ങൾ എന്നോട് കൂട്ടുകൂടിയായിരുന്നെങ്കിലോ? അന്നേ നിങ്ങൾ എന്നോട് കൂട്ടുകൂടിയായിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പം മറ്റിതാണ്ട് എന്നോട് കൂട്ടുകൂടിയ മറ്റു പലരുടെ പോലെയും നല്ല പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു. അന്ന് നിങ്ങൾ എന്ത് ചെയ്ത്? എന്നെ പറ്റിയൊക്കെ മോശം പറഞ്ഞു നടന്നു അല്ലേ? ആരോട് പറഞ്ഞു? നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു. ഇപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യേ? ആരുമില്ല. റെജീനയ്ക്കിപ്പം കൂട്ടുകാരും ഇല്ല, പണം അയച്ചു കൊടുക്കാനും ആരുമില്ല, ഒന്നുമില്ല. അപ്പോൾ വെറും കൈയോടെ എൻ്റെ അടുത്തോട്ട് കയറി വരിക. തന്നെ ഞാൻ കൂട്ടുകൂടുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലാത്തവരെ ആർക്കും വേണ്ട, എനിക്കും വേണ്ട കേട്ടോ. എന്ത് ചെയ്യേ? തൻ്റെ കൂട്ടുകാരെന്ത് ചെയ്യേ? എന്നെ പറ്റിയൊക്കെ നുണയും കൊതിയും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പലർക്കും. അവർക്ക് എവിടെ? ചെല്ല് റെജീന, അങ്ങോട്ട് ചെല്ല്, അവിടേക്ക് ചെല്ല് റെജീന. ഒന്നുമില്ല അയച്ചു തരാണെന്ന്, അവിടേക്ക് ചെല്ല്. എന്നിട്ട് അവരോട് പോയി തെണ്ടി കഴിയ്. അല്ലെങ്കിൽ അവരോട് പോയി സ്നേഹിക്കുക, അവരെയൊക്കെ സ്നേഹിക്കുക. എന്തിയാ അവരൊക്കെ? തരില്ല, ഞാൻ ഒന്നും തരില്ല. ഇതെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് പിന്നെ എന്ത് ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമെന്നും കരുതണ്ട. എന്നെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് സഹായിക്കുന്നവരെ മാത്രമേ തിരിച്ച് ഞാനും സഹായിക്കൂ.